ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ പോവുകയാണ്, ദുബായ് ടു കൊച്ചി. അപ്പോൾ ഇതാ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലെത്തിയപ്പോൾ കുറച്ച് റഷൊക്കെ ഉണ്ടായിരുന്നു, വെക്കേഷൻ ടൈമല്ലേ അതുകൊണ്ട്. പിന്നെ നമുക്ക് വെയിറ്റ് കുറച്ച് കൂടുതലാണോ, ലഗേജ് വെയിറ്റ് കുറച്ച് കൂടുതലാണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ നമുക്ക് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ടൈമുണ്ട്, ഫ്ലൈറ്റ് ടൈം. പിന്നെ അതിനിടയിൽ നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പെർഫ്യൂമിൻ്റെ കളക്ഷനൊക്കെ കണ്ടപ്പോൾ അതിന് മുന്നേ ഒന്ന് നോക്കിയതാട്ടോ. വാങ്ങിക്കാനൊന്നുമല്ല, അത് ആസ് യൂഷ്വൽ നട്ടിപ്പോകുമ്പോൾ വെറുതെ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി വെറുതെ കയറിയതാട്ടോ. അങ്ങനെ പിന്നെ ഡ്യൂട്ടി ഫ്രീയിൽ കയറി ഞാൻ കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞു. ഒരു കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മൾ മിക്കതും ലോഞ്ചിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ അന്ന് പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എയർപോർട്ടിനുള്ളിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സാൻഡ്വിച്ചസ് അതിൻ്റെ ഷോപ്സ് ഉണ്ട്, പിന്നെ KFC, ബർഗർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മക്ഡൊണാൾഡ്സ് കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ കഴിച്ച് പിന്നെ കുറച്ചൊക്കെ പാക്ക് ചെയ്തു. വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ളതല്ല, ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വിശക്കുമ്പോൾ എന്നല്ല, നമുക്കതൊരു ഇഷ്ടമാണ്. ഇങ്ങനെ വിശപ്പില്ലെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചൊക്കെ പാക്ക് ചെയ്തു. പിന്നെ സാൻഡ്വിച്ചിൻ്റെ ഷോപ്പിൽ കയറ്റി അവിടെ നിന്ന് കുറച്ച് വാങ്ങിച്ചു. പിന്നെ വെള്ളം ജ്യൂസൊക്കെ വാങ്ങിച്ചു, അതൊക്കെ സെറ്റാക്കി. അങ്ങനെ പിന്നെ ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ, ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. സാൻഡ്വിച്ചസ് കണ്ടില്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നോൺ വെജും വെജൊക്കെ ആയിട്ട് കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് ചെറുതായിട്ട് വാങ്ങിച്ചോളൂ. ഭയങ്കര എന്താ പറയുക, തിക്ക് ലെയറായിട്ടുള്ള സാൻഡ്വിച്ചസൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മളിതാ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. പിന്നെ ഫ്ലൈറ്റിൽ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ തന്നെ മെയിനായിട്ട് നല്ല ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ഒരു നല്ല കൂളായിട്ട് പോവുക, അതാണല്ലോ. അങ്ങനെ ആ ഒരു മൂഡിൽ ഇതാ ഫ്ലൈറ്റിൽ കയറിയ വേറൊരു വൈബ്. അങ്ങനെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ചാനലിലെ ബിനീഷ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ കണ്ട്. അപ്പോൾ ആളെ ജസ്റ്റ് വീഡിയോ എടുത്ത ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിരുന്നു കേട്ടോ അതിൻ്റെ അതിൽ. പിന്നെ നമ്മൾ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫായി. അങ്ങനെ അതിനിടയിൽ കുറച്ച് എന്താ പറയുക, കോഫി, പോപ്കോണൊക്കെ വാങ്ങിച്ചു. രണ്ടും കാരമലിൻ്റെ സംഭവം വാങ്ങിച്ചു. കോഫി നല്ല ടേസ്റ്റ് ആയിരുന്നു കാരമലിൻ്റെ. ഇത് പോപ്കോൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷുഗർ കൂടുതലായിട്ട് തോന്നി. ഇതൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ, 500 വരുന്നുണ്ട് പോപ്കോണിന്. നമ്മൾ കുറച്ച് കഴിച്ചതിന് ശേഷം എനിക്ക് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് ഭയങ്കര മധുരമായിട്ട് തോന്നി. കാരമലാണെങ്കിലും കാരമൽ നോർമലി നല്ല ടേസ്റ്റില്ല, അപ്പോൾ ഭയങ്കര മധുരമായിട്ട് തോന്നി. അങ്ങനെ എന്നാലും അതൊക്കെ ഒന്ന് തട്ടി വിട്ടിട്ട് അങ്ങനെ പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു വാങ്ങിച്ചല്ലോ നമ്മൾ എയർപോർട്ടിൽ നിന്ന്, അത് ഫ്രൈസ് എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കുകയാണ്. അത് മൂള് സോസും ഒക്കെ ആക്കിയിട്ട് ആകെ ഒരു ഒരു മാതിരി കാണുന്നുണ്ട്. അത് സോസാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ അതൊന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് പിന്നെ ഇതാ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ നല്ല അടിപൊളി മഴ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അത്ര കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് ചെറുതായിട്ട്, കാരണം വിശപ്പൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് നാട്ടിലെത്തിയ വൈബിന് വേണ്ടി കഴിച്ചു. ഇതാ മഴ ചെറുതായിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ നല്ല മഴ ആയിരുന്നു പിറ്റേന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.